ബ്രിട്ടാ സാറ് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പ്രൊഫസർ, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. BJP പ്രതിനിധി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പിന്നെ സോനം വാങ്ചുക്കിനെ കാണാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ വന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. വെളുപ്പിനാവുമ്പോൾ ഇറങ്ങിക്കോളൂ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ എത്ര കാലം കിടന്ന് ആ സെക്രട്ടേറിയറ്റ് അടക്കം കിടന്ന് സമരം ചെയ്തു സാർ? അതൊക്കെ നിനപ്പ് ഇവിടെ പറയണത് തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ എത്ര കാലം കിടന്ന് ആ സെക്രട്ടേറിയറ്റ് അടക്കം കിടന്ന് സമരം ചെയ്തു സാർ? എനിക്കെങ്ങ് ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. നീ ഓർക്കുകയല്ലേ എത്ര കാലം സമരം ചെയ്ത്? എന്നിട്ട് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല. നിങ്ങളുടെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ആ വഴി ഒന്ന് പോയോ സാർ? അതിനുവേണ്ടി എന്നെ കിട്ടൂല. എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? എത്ര കാലം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ, PSC വിദ്യാർത്ഥികളും മണ്ണ് തിന്നില്ലേ, മുട്ടിലഴഞ്ഞില്ലേ? ആയിക്കോട്ടെ നന്ദൻ, അതാര് നോക്കുന്നു? അവരായി അവരുടെ പാടായി. അത് ശരി. പോച്ച വെച്ച് തിന്നിൽ സമരം ചെയ്തില്ലേ? എന്തേ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ കണക്ക് പുറത്ത് പറയും നിങ്ങളുടെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയി? ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? നിങ്ങൾ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? സൗകര്യമില്ല. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആശുപത്രി പോയ കാര്യം സൂചിപ്പിച്ചപ്പോ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുകയാണ് നിങ്ങൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലല്ല കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരടെടുത്ത് കളയാനായിട്ട്. നിങ്ങളുടെ നേതാവ് ഈ ഒരു കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായില്ല സാർ. ഉടനെ പ്രതിഭാരം കിട്ടി. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. നന്നായി. പിന്നെ വിദേശ രാജ്യങ്ങളിൽ IIT ആരംഭിച്ചതിനെ വലിയ മഹത്തായിട്ട് BJP പ്രതിനിധി പറഞ്ഞു എന്നാണ് അങ്ങയുടെ ആരോപണം. കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? നോക്കൂ, മഹത്തായ കാര്യം തന്നെയാണ്. ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല സാർ. ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. പിള്ളേരെല്ലാം വിദേശത്തോട്ട് പോവാണ്. ഇവിടുത്തെ സ്ഥിതി അന്നന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. ഡിഗ്രിയുടെ സീറ്റ് മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായില്ലേ? സമരം ചെയ്ത് നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല സാർ. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? പണ്ട് ഭൂചക്രവാളം ചുവപ്പാക്കി മാറ്റിയ മാർക്സിസത്തിന്റെ അജയ്യപർവങ്ങളെ, ധീരരെ, വീരരെ, ധീരസഖാക്കളെ എന്നൊക്കെ വിളിച്ച് കുട്ടികൾ സമരം ചെയ്തിട്ടുണ്ട്. സിന്ധു ജോയിയെ പോലുള്ള നേതാക്കന്മാർ. അതൊക്കെ പണ്ട്. ഡിഗ്രിയുടെ സീറ്റ് മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായില്ലേ? സമരം ചെയ്ത് നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല സാർ. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഇനി ആ പരിപ്പ് വേവൂല. നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാർ നേതൃത്വം കൊടുക്കാൻ എത്തിയപ്പോഴത്തേക്കും ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വന്ധ്യംകരിക്കപ്പെട്ടിരിക്കുന്നു. അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ PSCയിൽ അഴിമതിയുടെ കൂമ്പാരമല്ലേ സാർ ഈ സംസ്ഥാനത്തുണ്ടായത്? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. അതാണ് ഭൈരവ പോക്കണം കൂടെ. നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായി. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ് ഈ രാജി. എന്താണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രം എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പൂജിക്കണമെന്ന് ജിതിൻ ദേവ് പറയുമെന്നുള്ളതാണ് വസന്തന്റെ ആക്ഷേപം. എന്താടാ നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചാ മതി. നീ ഇപ്പോ ഞങ്ങളുടെ ചിത്രമൊന്നും നിങ്ങൾ വെക്കണ്ട. ആ പാവം പിടിച്ച രാഹുൽ ഗാന്ധിയുടെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ഒന്ന് അഭ്യർത്ഥിച്ചാൽ മാത്രം മതി. അക്കാര്യത്തില് രണ്ടാമത് CJPയിലാണ് പ്രതീക്ഷ എന്ന് അങ്ങ് വലിയ വായിൽ പറയുകയാണ്. നിങ്ങളുടെ പരാജയമല്ലേ സാറേ ആ പറയുന്നതിനകത്ത് തന്നെ? പിന്നല്ലാതെ നിങ്ങളുടെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ഏറ്റുപറച്ചിലായിട്ട്, ഒരു കോൺഗ്രസ് നേതാവിന്റെ ഏറ്റുപറച്ചിലായിട്ട് ഞാൻ ആ കാര്യം കാണാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോക്ക് പോയാൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല രാജപ്പൻ. 150ഓളം ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് അങ്ങ് പറഞ്ഞു. അത് ചോദിക്ക. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ കാര്യം? അതിനകത്ത് 40 എണ്ണം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. മൂഞ്ചി ലോകം മുഴുവൻ അറിഞ്ഞോ? വേണമെങ്കിൽ ഈ ലിസ്റ്റ് ഞാൻ അങ്ങയുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ അങ്ങ് അഭിമാനപൂർവ്വം പറഞ്ഞു സിന്ധ്യ രാജിവെച്ചു ട്രെയിൻ അപകടത്തെ തുടർന്ന്. ഓ, അത് ഭയങ്കരം തന്നെ. അങ്ങ് മറ്റൊരു രാജിയോടെ പറയണം. പവൻകുമാർ ബൻസൽ എന്തിനായിരുന്നു രാജിവെച്ചത് റെയിൽവേ മന്ത്രി? അത് തമാശ. കൈക്കൂലി വാങ്ങിച്ചതല്ലേ? എന്തിനാണ് മാരനും രാജയും രാജിവെച്ചത്? സ്പെക്ട്രം അഴിമതിയിലല്ലേ? ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ? എന്തിനാണ് അശ്വനി കുമാർ രാജിവെച്ചത്? കൽക്കരി അഴിമതി നടത്തിയിട്ടല്ലേ? ഇത് ഒരുപാടുണ്ടല്ലോടാ. അപ്പൊ ഇത് പറയുമ്പോ
നല്ലത് മാത്രം പറയരുത്, മറ്റുള്ള കാര്യം കൂടെ പറയാൻ നിങ്ങൾ തയ്യാറാവണം. അത്രേ എനിക്ക് ശ്രീ വസന്തനോട് പറയാനുള്ളൂ. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.